കറുപ്പും ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മലയാള സിനിമാ രംഗത്ത് കടന്നു കയറിയിട്ടുള്ള സാത്തപ്പനെ പറ്റിയിട്ടാണ്. സാത്തപ്പൻ നമുക്കറിയാം, ബൈബിളും ഖുറാനിലും ഒക്കെ പറയുന്നുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. എവിടെ കുത്തിത്തിരിപ്പുണ്ടോ, എവിടെ കൃത്രിമമുണ്ടോ, എവിടെ കളവുണ്ടോ, എവിടെ ചതിവുണ്ടോ, അവിടെയൊക്കെ ഈ സാത്തപ്പൻ കയറിക്കൂടും. കേരളത്തിലെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മലയാളത്തിലെ സിനിമകളാണ്. ഈ സിനിമകളിലൂടെ സാത്താനിക് സിംബലും സാത്താനിക് ആരാധനയും കൊണ്ടുവരാനുള്ള, ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചോളം യുവതലമുറയിൽ പെട്ടെന്ന് കാര്യങ്ങൾ നേടാനും പെട്ടെന്ന് പ്രതിസന്ധികൾ തരണം ചെയ്യാനും പെട്ടെന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ലഹരി ഉപയോഗിക്കാനും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെയുള്ള ലൈംഗികതയ്ക്കുമൊക്കെ സാത്താനിക് ആരാധനയും സാത്താനിക് സിംബൽസും ഉപയോഗിക്കുന്നു. ഇത് പൊതുജീവിതത്തിൽ നിന്ന് മാറി സിനിമയിൽ ആരാധനാ കഥാപാത്രങ്ങളായ വ്യക്തികൾ ഇത്തരം സിംബലുകൾ ധരിക്കുകയും ഇത്തരം സിംബലുകൾ പ്രൊമോട്ട് ചെയ്യുകയും ഇത്തരം ആശയങ്ങൾ ഒളിച്ചു കടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലമുറ വഴിമാറിപ്പോകും. യുവതലമുറയിലെ അച്ഛനെയും അമ്മയും നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന് ലഹരിക്കും സാത്താനിക ആരാധനയ്ക്കും വേണ്ടി വെട്ടിക്കൊന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം. അത് നന്തൻകോടായാലും വെഞ്ഞാറമൂടായാലും കേരളത്തിന്റെ ഏതൊരു ഭാഗത്തായാലും ഇത്തരം സംഭവങ്ങൾ ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും നടക്കുന്നു. ചിലതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്, ചിലതൊക്കെ രക്ഷിതാക്കൾ പുറത്തോട്ട് പറയാൻ മടിക്കുന്നുണ്ട്, ചിലത് പോലീസും രക്ഷകർത്താക്കളും ചേർന്ന് തൽക്കാലം സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്, അടുത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് വരെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കേരളത്തിൽ ഉണ്ടാവുന്ന സിനിമയ്ക്കകത്ത് നൈതിക മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അത് നോക്കാനുള്ള ബാധ്യത കേരളത്തിലെ സെൻസർ ബോർഡിനുണ്ട്. അത് മദ്യപാനമായാലും പുകവലി ആയാലും അതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ TV-കളിൽ കാണാറുണ്ട്, നമ്മുടെ സിനിമകളിൽ കാണാറുണ്ട്. എന്നാൽ അതിനേക്കാളും വളരെ ക്രൂരമായ ലഹരിക്കെതിരായിട്ടും മാരക രാസലഹരിക്കെതിരായിട്ടും സാത്താനിക ആരാധനകൾക്കെതിരായിട്ടും സാത്താനിക് സിംബൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നിയന്ത്രണത്തിന്റെ ചരടുകൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അത് തമ്പുരാനായാലും എമ്പുരാനായാലും ലൂസിഫർ ആയാലും ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടയുള്ള ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കി ഇവരെ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അത്തരം ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയൊക്കെ വേണം. ഇപ്പോൾ പലരും ഫാൻസി നമ്പറായിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ചോദിക്കുന്നത് 666 എന്ന് പറയുന്ന നമ്പറാണ്. വേദങ്ങളിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ ചില മാന്ത്രിക സംഖ്യകളെ പറ്റിയിട്ടും ചില സാത്താനിക സിംബലുകളെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഇതൊക്കെ പ്രചരിപ്പിക്കാനുള്ള മാധ്യമമായിട്ട് നമ്മുടെ സിനിമയെ മാറ്റുന്നിടത്താണ് നമ്മുടെ ലഹരിയും സാത്താനിക ആരാധനകളും മാനുഷിക മൂല്യങ്ങളുടെ ധ്വംസനവും നമ്മൾ കാണുന്നത്. ഇത്തരം സിനിമകൾക്കെതിരെയും ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്ന സാത്തപ്പന്മാർക്കെതിരെയും നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക. നന്ദി, നമസ്കാരം.